ഹലോ, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സൺഡേ സ്പെഷ്യൽ പുട്ടും കടല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ വേറെ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ജോലികൾ തുടങ്ങാം കേട്ടോ. ജോലി തിരക്ക് കാരണം വാങ്ങിച്ച സാധനമൊക്കെ അതേപടി ഇരിക്കുകയാണ്. സെയിം വിത്ത് ദിസ് പിസ്സ കട്ടർ. അപ്പോൾ അതും എടുത്ത് വെച്ചു. പിന്നെ ഇന്നലെ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. സാധാരണ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ കിച്ചൺ റീസ്റ്റോക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യാത്തൊരു നാടൻ കടലക്കറിയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1.5 കപ്പ് കടല ഇന്നലെ തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതൊരു സ്മോൾ സൈസ് തേങ്ങയാണ്. ഇതൊരു ചെറിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് കടലക്കറിക്കും പുട്ടിനും കൂടെ ഉള്ളതാണ് ഈ തേങ്ങ ഇങ്ങനെ പിച്ചത്തി വെച്ച് പൂലെടുത്ത ശേഷം ചെറിയ പീസാക്കി ഞാൻ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് എളുപ്പം കേട്ടോ. തേങ്ങ തിരുമാൻ എനിക്ക് കുറച്ച് മടിയാണ്. നിങ്ങൾക്ക് തിരുമിയ തേങ്ങ തന്നെ ഉപയോഗിക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തന്നെ ഒരു തേങ്ങ തിരുമിയ പോലെ തന്നെ നമുക്ക് കിട്ടും. തേങ്ങ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കടലക്കറിക്കകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറയാം കേട്ടോ. ഈ ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിൽ നിന്നൊരു 1 കപ്പ് കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് കടല വേവിക്കാൻ തുടങ്ങാം. ഇത് ഇന്നലെ തന്നെ സോക്ക് ചെയ്ത കടലയാണ്. അതിലേക്ക് 1 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു വിസിൽ വരണം. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. എന്നാലേ കടല നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഓണിയൻ, ജിഞ്ചർ ആൻഡ് ഗാർലിക്. ചെറിയ 3 ഓണിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ വേണം, 2 ടേബിൾ സ്പൂൺ ഗാർലിക്കും വേണം കേട്ടോ. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇതിനിടയ്ക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പുട്ടുപൊടി നനച്ച് വെക്കാം. ഞാനൊരു 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു. എന്നിട്ട് 1/2 കപ്പ് വാട്ടർ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. പുട്ട് അധിക സമയം ഇങ്ങനെ നനച്ച് വെക്കുന്നത് പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. പിന്നെ കടുക്, വറ്റൽമുളക്, ഈ ചുമന്ന മുളകില്ലേ, ഡ്രൈ റെഡ് ചില്ലീസ്, അത്, കറിവേപ്പില, പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്, ഇത്രയും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അതെവിടെ ഇരുന്ന് മൂക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പുട്ടിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പൊ കോക്കനട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇവിടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഓണിയൻ നല്ലോണം വഴണ്ട് വന്നാലേ നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ കടലക്കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് ഓണിയൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സോളം അടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. അതായത് ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ സോൾട്ട്. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 1 to 2 മിനിറ്റ്സ് ഇത് വെയിറ്റ് ചെയ്യണം. ഒന്ന് ഫ്രൈ ആവട്ടെ. മസാലപ്പൊടികളൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയ ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കടല ആഡ് ചെയ്യുന്നുണ്ട്. കടല ആഡ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ കടലയിലേക്ക് ഒരു 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, അത് തിക്ക് മിൽക്കും തിൻ മിൽക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 1 കപ്പ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്സ് വേവിക്കണം നല്ലോണം. ഈ സമയത്ത് നമുക്ക് സോൾട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മുടെ പുട്ടുപൊടി ഒന്ന് നോക്കാം. നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ട് വേവിക്കാൻ പോവാണ്. ഞാൻ ആ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ടൈപ്പ് ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡില്ലേ പുട്ടുണ്ടാക്കുന്നത്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കോക്കനട്ട് ഇട്ടു, പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ടു, വീണ്ടും പുട്ടുപൊടി ഇട്ട് നിറയ്ക്കണം. പല ടൈപ്പ് പുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ മുളയിലുള്ളതും ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കിതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ടിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ ഈ പുട്ട് വെന്തിട്ട് ആ മണം ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മണമാണ്. പിന്നെ ഞാനൊരു 3 to 4 മിനിറ്റ്സ് ആണ് ഈ പുട്ട് വേവിക്കാൻ വെക്കാറ് കേട്ടോ. അപ്പോൾ എല്ലാ പൊടിയും ഇങ്ങനെ പുട്ടാക്കി മാറ്റി ഞാൻ ഈ പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ കടലക്കറി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിക്ക് കടലക്കറിയാണ്. നല്ല മണം വരുന്നുണ്ട് കടലക്കറിൻ്റെ. സൂപ്പർ ഫ്ലേവർ ആണ് കടലക്കറിക്ക് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായമോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കണം. ഇതായിപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഹാർട്ട് ആൻഡ് ഹോം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.